ആൽവാറോ വാസ്കസ് വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഇത് സ്പോർട്സ് റിവ്യൂ ആണ്. സ്പോർട്സ് റിവ്യൂസ് ഇഷ്ടമുള്ളവർക്ക് ഈ ചാനലും ഈ പ്ലേലിസ്റ്റും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്ന കാര്യം ഓർക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ സ്പോട്ടിഫൈയിലാണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ട്. വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. So welcome back to Andappan Talkies. This is RJ Andappan. അപ്പോൾ സ്പോർട്സ് റിവ്യൂമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു വലിയ താങ്ക്സ് പറയാനായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു. അതിൽ കുറച്ച് എനിക്ക് നെഗറ്റീവ് ആയിരുന്നു, അവതരണം കൊള്ളില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുറേ പേര് എൻ്റെ അവതരണം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ആസിഫ് അലിയുടെ ശബ്ദവുമായിട്ട് മാച്ചിങ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കണ്ടു. സോറി ബ്രോ, എനിക്ക് ആരും ഡബ് ചെയ്തൊന്നും തരുന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥ വെച്ച് നമ്മൾ ടേബിളിൽ 8ാം സ്ഥാനത്താണ്. ആൻഡ് പ്ലസ് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ പ്ലേ ഓഫിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് സ്പോർട്സിലും ലൈഫിലും എല്ലാത്തിലും ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ടിൽ ദ ലാസ്റ്റ് ബോൾ യു ഹാവ് ദ ചാൻസ് എന്നുള്ളതാണ്. അതായത് അവസാനം വരേക്കും നമുക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സ്പോർട്സിലാണെന്നുണ്ടെങ്കിലും ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും വേണ്ട ഒരു കാര്യം. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും ഇനിയല്ല നമ്മുടെ ബാക്കി കാര്യങ്ങൾ എൻ്റെയർ ISLൻ്റെ സീസൺ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോപ്പ് കളയേണ്ട അവസ്ഥയൊന്നും എത്തിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടീമിനും ഏത് സാഹചര്യത്തിലും തോൽക്കാം എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീസണിൽ ഭയങ്കര അടിപൊളിയായിട്ട് കിടിലമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ബംഗളൂരു FC അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. പക്ഷെ അവർക്ക് ആദ്യം കുറേ പോയിന്റ് ഉണ്ടാക്കിയ സമയത്ത് അങ്ങനെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇനിയിപ്പോൾ നമ്മുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോച്ച് മാറി നമ്മുടെ TG പുരുഷോത്തമനും അതുപോലെ തന്നെ തോമാച്ചനും കൂടെ കയറി കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഉഷാറായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് മാത്രം പോരാ, ഇനിയുള്ള അങ്ങോട്ടുള്ള മത്സരങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യം ഇനി മിനിമം ഉള്ള മത്സരങ്ങളിൽ 5 മത്സരങ്ങൾ നമുക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ഓഫ് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഈ 5 മത്സരങ്ങൾ ജയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാടൊക്കെ തന്നെയാണ്. എന്തായാലും ടൈറ്റിൽ ഇപ്പോൾ നമുക്ക് ഷീൽഡും കപ്പും ആണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ ഷീൽഡ് അടിക്കാനുള്ള ചാൻസസ് ഞാൻ കൂടുതലായിട്ടും കാണുന്നത് മോഹൻ ബഗാൻ തന്നെയാണ്. അയ്യോ അതെന്ത് വലിയ കണ്ടുപിടുത്തം എന്നുള്ളതല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ടീമിന് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെങ്ത് ഉണ്ട്. അതായത് അവരുടെ ഫസ്റ്റ് 11 സ്ക്വാഡാണെന്നുണ്ടെങ്കിലും ബെഞ്ചിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ശരി, റിസർവിലേക്ക് പോകുന്നവരുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ മോഹൻ ബഗാൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിലെ ഇപ്പോഴേ അവരാണ് ഫസ്റ്റ്, അവർ തന്നെ ഷീൽഡ് അടിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് ഈ പറയുന്നത് പോലെ തന്നെ ചിലപ്പോൾ 2ലും 3ലും ഒക്കെ നിൽക്കുന്ന ടീമുകൾക്ക് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷ കളയേണ്ട സിറ്റുവേഷൻ ഒന്നുമല്ല. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു സംഭവം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കോഡും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ജയിച്ചു പോകാനുള്ള സാധ്യതകളാണ് ഏറെ. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ വെറുതെ ഈ ബാക്കിയുള്ള ടീമുകളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ടോപ്പ് 6ലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്നുള്ളതാണ്. ഈ ഏകദേശം ഒരു 5ാം സ്ഥാനം കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5ാം സ്ഥാനം കഴിഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് താഴെ കിടക്കുന്ന ടീമിന് വരേക്കും എവിടേക്കോ ഒന്ന് ജയിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 5 മത്സരങ്ങൾ കഴിഞ്ഞത് വെച്ച് നമുക്ക് നോക്കാം. പലരും 3 മത്സരങ്ങളെ വെച്ചിട്ടൊക്കെയാണ് പല വീഡിയോസിലും ചെയ്യുന്നത് ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് തോന്നി ഒരു 5 മത്സരങ്ങളുടെ കാര്യം എടുത്ത് നോക്കിയാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആ ഒരു താഴേക്കുള്ള, അതായത് ഇനി ടോപ്പ് 6ലേക്ക് കയറാൻ സാധ്യതയുള്ള ടീമുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവസാന മത്സരങ്ങളെ വെച്ച് നമ്മൾ ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 1 തോൽവി 3 വിജയം
ആൻഡ് ഒരു സമനില എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ വിച്ച് ഇസ് എ വെരി പോസിറ്റീവ് തിങ്. അത് എന്തുകൊണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏത് രീതിയിൽ ചിന്തിക്കുമ്പോഴും അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണെന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇനിയുള്ള മത്സരങ്ങളുടെ അവസ്ഥ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര അങ്ങോട്ട് ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ആകെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് ചെന്നൈക്കെതിരെ, ഈസ്റ്റ് ബംഗാളിനെതിരെ, അതുപോലെ തന്നെ ഈ ടീമുകളൊന്നും മോശമാണെന്നല്ല, ഈസ്റ്റ് ബംഗാളിനെതിരെ, അതുപോലെ തന്നെ ഹൈദരാബാദിനെതിരെ, ഈ 3 ടീമിനെതിരെയും നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം 3 പോയിൻ്റ് അടിച്ച് 9 പോയിൻ്റ് കയ്യിൽ കയറ്റാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിരിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ബാക്കി പിന്നെയുള്ള മത്സരങ്ങളുണ്ടല്ലോ, പിന്നെയുള്ള ഏകദേശം ഒരു 4 മത്സരങ്ങളിൽ മിനിമം 2 മത്സരത്തിലും കൂടെ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുഷ്പം പോലെ ഇപ്രാവശ്യം പ്ലേ ഓഫിൽ കളിക്കാം. ആൻഡ് ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ തന്നെയാണ് എന്തായാലും നമ്മുടെ ടീം കളിച്ചു പോകുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് മറ്റ് ടീമുകളുടെ വിജയ സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങൾ, തോൽവി കാര്യങ്ങൾ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ടേബിൾ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ആർക്ക് വേണമെങ്കിലും ജയിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ കയറി വരാനുള്ള ചാൻസസ് ഉള്ള ഒരു ടേബിളാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടിൽ ദ ലാസ്റ്റ് ബോൾ, അല്ലെങ്കിൽ ടിൽ ദ ലാസ്റ്റ് ടൈം, ആ സീസൺ തീരുന്നത് വരേക്കും, എല്ലാ മത്സരങ്ങളും അവസാനിക്കുന്നത് വരേക്കും ഒരു അവസരമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇനി വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽവാറോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അതിലൊരു എനിക്കറിയാൻ പറ്റിയ സോഴ്സസിൽ നിന്ന് അറിയാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി അതൊന്നും അല്ല ആ കമൻറ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കമൻറ്റേ ഫേക്ക് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ആ കമൻറ്റിൽ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം അതൊന്നുമല്ല. പിന്നെ അതിലും വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. സ്റ്റിൽ സീസൺ അവസാനിച്ചിട്ടില്ല. നമുക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളും ഒരുപാട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാനും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നിലവിൽ ISL കിടപ്പുണ്ട്. നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമുമല്ല. നിലവിൽ ഇപ്പോൾ നമ്മുടെ സ്കോഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ മച്ച് ബെറ്റർ. സീസൺ തുടങ്ങിയ സമയത്ത് നിന്ന് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ മച്ച് ബെറ്റർ. അതുകൊണ്ട് തന്നെ എന്തും പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും. ഒന്നും എഴുതി തള്ളാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാ ടീമുകളും അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിക്കാനും പ്ലേ ഓഫിൽ കയറാനും കപ്പടിക്കാനും ഷീൽഡ് അടിക്കാനും ഒക്കെ തന്നെയാണ് ശ്രമിക്കുക. സോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷം നല്ലൊരു വർഷമാവട്ടെ. എല്ലാ വർഷവും നമ്മളിത് ആഗ്രഹിക്കുന്നതാണ്. ഇപ്രാവശ്യം ആവട്ടെ എന്നുള്ളതുപോലെ നമുക്ക് കാത്തു തന്നെ കണ്ടു തന്നെ ഇരിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്ന് പറയാനായിട്ടുണ്ടായിരുന്ന കാര്യം. സ്പോർട്സ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് ഓർക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗുഡ് ബൈ.